ഏഴാമത്തെ ചോദ്യം അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, ലെറ്റ് എഫ് ഫ്രം എൻ ടു എൻ ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 1 ഇഫ് എക്സ് ഇക്വൽ ടു 1, എക്സ് മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്നിൽ നിന്നും എന്നിലേക്കാണ്. ഈ ഫംഗ്ഷൻ ഒരു 1-1 അല്ലെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് 4 ചോയ്സുകൾ തന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 1ൻ്റെ ഇമേജ് 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 1 1ലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. വീണ്ടും നമുക്ക് തന്നിരിക്കുകയാണ് എക്സ് 1ൽ കൂടുതലാണെങ്കിൽ ഇമേജ് എക്സ് മൈനസ് 1 എന്നാണെന്ന്. അതായത് 2ൻ്റെ ഇമേജ് എഫ് ഓഫ് 2 നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 2 മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 2ൻ്റെ ഇമേജും 1 തന്നെയാണ്. 3യുടെ ഇമേജ് നമ്മൾ കാണുകയാണെങ്കിൽ എഫ് ഓഫ് 3 ഇസ് ഇക്വൽ ടു 3 മൈനസ് 1, അതായത് 2 ആണ്. ഇതുപോലെ നമ്മൾ കാണുകയാണെങ്കിൽ 4ൻ്റെ ഇമേജ് 3 എന്ന് കിട്ടുന്നു, 5ൻ്റെ ഇമേജ് 4 എന്ന് കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വാല്യൂസിനും ഇമേജ് വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല 1നും 2വിനും സെയിം ഇമേജ് അത് 1 ആണെന്നും നമുക്ക് കാണാം. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ അല്ല. കാരണം ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് സെയിം ഇമേജ് ഉള്ളതുകൊണ്ട് 1-1 ഫംഗ്ഷൻ അല്ല. അതായത് മെനി വൺ ഫംഗ്ഷനാണ്. നോട്ട് 1-1 എന്നതിൻ്റെ മറ്റൊരു പേരാണ് മെനി വൺ. അതുപോലെ തന്നെ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കോഡൊമൈനിൽ വരുന്ന മുഴുവൻ വാല്യൂസിനും പ്രീ ഇമേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 1-1 അല്ല, ഓൺ ടു ആണ്. അതായത് ഇത് മെനി വൺ ആൻഡ് ഓൺ ടു ആണ്. ഇവിടെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 4x ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഹെൻസ് റൈറ്റ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ആറിൽ നിന്നും ആറിലേക്ക് വരുന്ന ഫംഗ്ഷൻ. അത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 4x എന്നാണ് തന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്, ഇതിന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ അത് 1-1 ഓൺ ടു ആയിരിക്കണം. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഡെഫിനിഷൻ നമുക്കറിയാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്നതാണ്. അതായത് ഇവിടെ നമ്മൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 കണ്ടുപിടിക്കുകയാണെങ്കിൽ എഫ് ഓഫ് x എന്ന് പറയുന്നത് 4x ആണ്. അപ്പം അങ്ങനെയെങ്കിൽ എഫ് ഓഫ് x1 4x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയുന്നത് 4x2. 4 രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ 4 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും x1 ഈക്വൽ ടു x2. Therefore f is 1-1. എഫ് എന്നത് ഒരു 1-1 ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നാണ്. അതായത് കോഡൊമൈനിൽ വരുന്ന മുഴുവൻ വൈ വാല്യൂസിനും പ്രീ ഇമേജ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഡൊമൈനിലെ വൈ എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ വൈ എന്ന് പറയുന്നത് 4x ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എക്സ് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നു എക്സ് ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ 4. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊരു വൈ വാല്യൂവിനെയും 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് വൈ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും എന്ന് നമുക്കറിയാം. ഒരു റിയൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മറ്റൊരു റിയൽ നമ്പർ കിട്ടും. അതായത് 6ലെ വൈ എന്ന് പറയുന്ന ആ റിയൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് y/4 എന്ന് പറയുന്ന റിയൽ നമ്പർ ഡൊമൈനിൽ ഉണ്ടാകും. അതായത് എല്ലാ വൈ വാല്യൂസിനും പ്രീ ഇമേജ് ഉണ്ടാകും. ആ പ്രീ ഇമേജ് y/4 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. അതായത് എഫ് എന്നത് ഒരു 1-1 ഫംഗ്ഷനും അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷനുമാണ്. അതായത് എഫ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് എഫ് ഇൻവെർട്ടിബിൾ ആണ്. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷനും ഇൻവെർട്ടിബിൾ ആണ്. എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു y/4 എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡൊമൈനിലെ വാല്യൂവിന് y എന്നതിന് പകരം x എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു x/4 ആണ് ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം. അതായത് ഇൻവെർട്ടിബിൾ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1-1 ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻവേഴ്സ് കാണുന്നതിന് വേണ്ടിയിട്ട് y ഈക്വൽ ടു എന്ന് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എടുത്തിട്ട് അതിനെ x ഈക്വൽ ടു എന്നാക്കി മാറ്റി ആ x എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് y ആണെന്ന് പറയുന്നു.